പിന്നെ പലതന്തയ്ക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പൊക്കി പിടിച്ചു നടക്കുന്ന ചിലവന്മാർ യുവന്മാര് ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പൊ ശരണ്യ ആനന്ദ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്തോ ഒരു വിവരവും ബോധവുമില്ലാത്ത ഒരു മരയോള. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അവൻ പോയിട്ട് ചോദിക്കുകയാണ്, അഖിൽമാരാർ പറഞ്ഞല്ലോ ബിഗ് ബോസിൽ മത്സരാർത്ഥികളൊക്കെ കിടന്നു കൊടുത്തിട്ടാ പോണെന്ന്. നന്നായിട്ടുണ്ട്. യവനെയൊക്കെ മോന്താണ്ട് അവനെ ചെബുക്കലടിച്ച് പറിക്കല്ലേ വേണ്ടത്. അവനെ എന്റെ കൺമുന്നിൽ കണ്ട അവനെ ചെബുക്കലടിച്ച് പറിക്കണം എനിക്ക് തോന്നുന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ചെബുക്കലടിച്ച് പറിക്കല്ലേ വേണ്ടത്. അവനെ എന്റെ കൺമുന്നിൽ കണ്ട അവനെ ചെബുക്കലടിച്ച് പറിക്കണം എനിക്ക് തോന്നുന്നു. നീ എവിടുന്നാടാ കഴിവ് പറഞ്ഞ മോനെ ഇത് കേട്ടത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ശരണ്യ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു വിഷയം, അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ, ഇവരുടെ അടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്, നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പച്ച തെമ്മാടിത്തരങ്ങള് ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാളത്ത് പോയി ചോദിക്കുകയാണ്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം, ഒരാളെ തെറ്റിച്ച് കുടുംബത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ്. ഉടനെ ഇവരുടെ മറുപടി എടുത്ത് വെച്ച് അഖിൽമാരാർക്കെതിരെ ഇന്നാൾ, അഖിൽമാരാർക്കെതിരെ മറ്റു. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. എടാ നീയൊക്കെ നിന്റെയൊക്കെ സ്വഭാവമുള്ളവന്മാർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും ബെഡ്റൂമിനകത്ത് ക്യാമറ വെച്ചിട്ട് നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇവൻ. ഈ മാധ്യമ പ്രവർത്തകരാന്ന് പറയുന്നത് നീയൊക്കെ എവിടുത്തെ മാധ്യമ പ്രവർത്തകർ? കോപ്പ നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം കൊല്ലണേനെയൊക്കെ പിള്ളേരുണ്ടാക്കിയിട്ടിരിക്കുന്നു. സത്യത്തിൽ ഈ തെമ്മാടികൾക്കെതിരെ ഞാനാണ് മാനനഷ്ടത്തിന് കൊടുക്കേണ്ടത്. കാശിന്റെ ബുദ്ധിമുട്ടോട് ചെയ്തു പോയതാണ്. ദൈവത്താണ് സത്യം. ഇനി ഞാനിത് ചെയ്യൂല. അല്ല, നമ്മൾ പറയാത്ത ഒരു കാര്യം അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രചരിപ്പിച്ചിട്ട് നടക്കുകയാണ്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? പാവം. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.